ഈ വളയം പിടിക്കുന്നതും ഈ ഒരു ഗിയറിനെന്നൊക്കെ പറഞ്ഞ ഒരു ഫീലാണ്. ചേട്ടാ നാളത്തെ കാര്യം സെറ്റ് ആണല്ലോ, നേരത്തെ വരുമല്ല. എടാ അതൊക്കെ സെറ്റാണ്. ബട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നമ്മളോട് സഹകരിക്കണേ. പലയിടത്തും ഇപ്പൊ അതില്ല, അതുകൊണ്ടാണ്. നമ്മളെന്തോ കേട്ടോ സഹകരിക്കാം, നമ്മള് ഫണ്ട് തന്നല്ലേ നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ ഈ വണ്ടിയുടെ ഓണറാണ്. നിനക്ക് വണ്ടി ഓടിക്കുന്ന ഒരാളുടെ സ്ട്രെസ് അറിയാമോടാ? അല്ലാട്ടോ അവൻ അറിയത്തില്ല നിങ്ങളുടെ ആ കഷ്ടപ്പാട്. വിട്ടേക്ക്. എടാ നീ പറഞ്ഞ ചിലപ്പോൾ ശരിയായിരിക്കും. അതായത് നമ്മൾ ജോലിക്കാണ് പറഞ്ഞത്. പക്ഷെ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഉറക്കമല്ലേ, ഏറ്റവും അത്യാവശ്യം ഉറക്കമല്ലേ. നമ്മൾ എന്ത് ജോലിക്ക് പോയാലും പേടി വേണ്ട, ഉറങ്ങിപ്പോയാലും ഒരു പേടിയില്ല. ബട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണടച്ചാൽ 30-35 ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. സോറി ഏട്ടാ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കില്ല. സോ എടാ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം നിനക്കത് അറിഞ്ഞൂടാ. ചില പിള്ളേരുണ്ട് ഏട്ടാ, നമ്മുടെ ഫ്രണ്ടി വന്നിരിക്കും, അവന്മാർ ചിരിച്ചടിക്കും, കാരണം അവന്മാർക്ക് അറിയാം നമ്മളെ അവസ്ഥ. പിന്നൊരു കാര്യം, നമ്മൾ ഈ ജോലിക്ക് പോണത് വണ്ടി ഓട്ടിന്ന് ജസ്റ്റ് നമ്മൾ ജോലിയിൽ പക്ഷെ പാഷൻ പോലെയാണ്. കാരണം എങ്ങനെ പറഞ്ഞു തരാം, സംഭവം നമുക്ക് ഇതിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിക്ക് പോകാനേ തോന്നില്ല. കാരണം ഈ വളയം പിടിക്കുന്നതും ഈ ഒരു ഗിയറിനെന്നൊക്കെ പറഞ്ഞ ഒരു ഫീലാണ്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നീ ഒരു വണ്ടി എടുത്ത് ഓട്ടിച്ച് നോക്കണം, അപ്പൊ അത് മനസ്സിലാവും. ചേട്ടൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിന്? ചേട്ടന് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്താൽ പോലെ, ചുമ്മാ വല്ലൊരു കൂലിക്കൊക്കെ ഓടണത്. എടാ വണ്ടി എടുക്കാന്ന് വിചാരിച്ചാ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടക്കി നീ സുഖമായിട്ട് വണ്ടി ഇറങ്ങാന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ കഷ്ടപ്പെട്ട ഒരു സമയമാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട ഒരു സമയം, കോവിഡ് സമയം. ഈ മാസം 18,000 ഫിനാൻസിനോ വണ്ടി ഓടാതെ കിടക്കുകയാണ്. നമ്മൾ എങ്ങനെ അടയ്ക്കും? നമുക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റും, പക്ഷെ നമുക്ക് പോകാൻ തോന്നൂല. കാരണം നമ്മൾ വണ്ടി ഓടിച്ച ആ ഒരു ലോകത്താണ്. സോ നമുക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കഷ്ടപ്പെടും. ഈ ജോലി കൂലിക്കാണ് പോണെങ്കിൽ നമുക്ക് എളുപ്പം. നാളെ അപ്പൊ ടൂറിന്റെ കാര്യമൊക്കെ ഉറപ്പാണല്ലോ. അപ്പൊ എല്ലാരും കറക്റ്റ് സമയത്തിന് എത്തണം കേട്ടോ. ചേട്ടാ വേറെ വണ്ടി എടുക്കാൻ പറഞ്ഞത് വിഷമൊന്നും വിചാരിക്കല്ലേ.